പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും യേശുനാമത്തിൽ സന്തോഷവും സമാധാനവും സർവ്വനന്മകളും ഉണ്ടാകട്ടെ. നമുക്കേ പത്രോസിൻ്റെ ലേഖനത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ചില പദവികളുണ്ട്. ആ പദവികൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 പീറ്റർ ചാപ്റ്റർ 2:9 വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. അപ്പോൾ ഏതാണ് 4 പദവിയെന്നോ? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം. ഇതാണ് ആ 4 പദവി. ആർക്കാണ് ഈ 4 പദവി? അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുന്നവർക്കാണ് ഈ 4 പദവി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വചനം പങ്കുവെക്കണ്ടേ? നമ്മൾ സുവിശേഷം പറയണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. നമ്മൾ മടിയൊന്നും കാണിക്കണ്ട. വചനം പറയുന്നതിനൊന്നും മടിയൊന്നും വിചാരിക്കണ്ട. വചനം നമ്മൾ പറയാതിരിക്കുമ്പോഴാണ് കുഴപ്പം. നമ്മൾ വചനം പറയണം. അങ്ങനെ ഒന്ന് പറഞ്ഞ് നമ്മൾ ശീലിക്കണം. യേശു കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന്. ദൈവം വെളിച്ചമാകുന്നു. ദൈവത്തിൽ ഇരുട്ടൊട്ടുമില്ല. നമ്മൾ മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോഴോ കർത്താവിൽ നമ്മൾ വെളിച്ചമാകുന്നു. ആ അന്ധകാരത്തിൻ്റെ അധികാരത്തിൽ നിന്ന്, അതായത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, അതായത് സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി സൂക്ഷിച്ചിരിക്കുന്നു. നമ്മളപ്പോൾ ഇരുട്ടിനും രാത്രിക്കും ഉള്ളവരൊന്നുമല്ല. നമ്മൾ പകലിൻ്റെ മക്കളും വെളിച്ചത്തിൻ്റെ മക്കളുമാണ്. നമ്മളെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന കർത്താവിനെക്കുറിച്ച് നമ്മൾ ഘോഷിക്കാൻ നമ്മൾ മടി കാണിക്കണ്ട. നമ്മൾക്ക് ആ കർത്താവിനെക്കുറിച്ച് നമ്മൾ പറയാനുള്ള അവസരങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല. നമ്മൾ കിട്ടുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കായിരിക്കാം, നമ്മുടെ ഒരു വചനമായിരിക്കും. നമ്മൾ അറിയില്ലല്ലോ മറ്റുള്ളവർ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന്. നമ്മൾ അവരോട് പങ്കുവെക്കുന്ന ഒരു വചനമായിരിക്കും ആ സമയത്ത് അവരുടെ മനസ്സിന് അവരുടെ ഒരു സന്തോഷം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരെ ചിന്തിപ്പിക്കുന്ന. അതുകൊണ്ട് നമ്മൾ വചനം പങ്കുവെക്കാൻ കിട്ടുന്ന സമയങ്ങളൊന്നും അയ്യോ പറയാമോ എന്നൊന്നും ചിന്തിക്കേണ്ട. അത് പറയാൻ നമുക്ക് സാധിക്കുന്നതാണെങ്കിൽ നമ്മൾ പറയണം. പറയാതിരിക്കരുത് കേട്ടോ. നമ്മൾ പറയാതിരുന്ന് ഒരാൾക്ക് ദൈവമേ അവർ ഒരു വചനം ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ട് പറയാതെ പോയല്ലോ എന്ന് ചിന്തിക്കാനൊരിടയാകരുത്. നമ്മുടെ ഒരു വചനം ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തന്നെ കഴിയുന്നുവെങ്കിൽ നമ്മൾ മിണ്ടാതെ ഇരിക്കരുത്. അതുകൊണ്ട് നമ്മൾ പറയണം, വചനം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യണം. വചനം കേൾക്കാനും വചനം വായിക്കാനും ഒക്കെ നമ്മളിലൊരു ഉത്സാഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് ഘോഷിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പദവി എന്ന് പറയുന്നത് ലോകം തരുന്ന പദവിയല്ല കേട്ടോ. ഈ പദവി വലിയ പദവിയാണ്. രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം, തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. അത് വലിയ പദവിയാണ്. അപ്പോൾ വചനം വായിക്കണം. വചനം വായിക്കാനും അവസരം കിട്ടുമ്പോൾ ഒക്കെ വചനം കേൾക്കുകയും വായിക്കുകയും അത് പറയുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.